അവന് ഇഷ്ടമല്ല. വാട്ട്? എന്തൊക്കെ മണ്ടത്തരം അമ്മയെ പറയും. നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ പറയല്ലേ മോനെ. പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇതൊന്നും നടക്കാൻ പോണില്ല. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇല്ല, നീ ഇത് കേട്ടേ പറ്റൂ ദേവ. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ദേവ പിന്നെ ഞാൻ പട്ടിണി കിടന്ന് ചാവും. അമ്മ എന്തൊക്കെ ഫൂളിഷ്നെസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഒന്നില്ലല്ലോ അമ്മ ഒരു ഡോക്ടറല്ലേ. പട്ടിണി കിടക്കുകയോ കുറയുകയോ എന്താന്ന് വെച്ച ചെയ്യുക. ബട്ട് ഞാനിത് സമ്മതിക്കുമെന്ന് ആരും കരുതണ്ട. നിനക്ക് ഞാൻ ചത്താലും കുഴപ്പമില്ല എന്ന് എനിക്കറിയാം ദേവ. കാരണം നീ ഇപ്പം ജീവിക്കുന്നത് എൻ്റെ മകനായിട്ടല്ല, വേറെ ആരും ആയിട്ടാ. പണ്ട് നടന്നൊരു കാര്യത്തിൻ്റെ പേരിൽ നീ നിന്റെ ജീവിതം ഇങ്ങനെ കളഞ്ഞു കുളിക്കുന്നതെന്ന് ഓർത്തോ ദേവ? അമ്മേ വേണ്ട, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണം എന്നില്ല. നീ നിൻ്റെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്. നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആരും ഇടപെടാറില്ലല്ലോ. ബട്ട് ഇതെങ്കിലും നിനക്ക് എനിക്ക് വേണ്ടി ചെയ്തു തന്നോട് ദേവ. മനു, ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ സമ്മതിക്കില്ല. അതുമാത്രമല്ല, വെറുതെ അവനെ കൊണ്ട് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചിട്ട് ആ കൊച്ചിന്റെ ജീവിതം കൂടി തകർക്കണം നമുക്ക്. ഇല്ല അച്ഛാ, അവൻ സമ്മതിക്കാം. അവന്റെ വീക്ക്നെസ് ആണ് അമ്മ. അമ്മ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അമ്മയുടെ ദേവൻ കേൾക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേണോ മനുവേട്ടാ? ചുമ്മാ ഒരു പെണ്ണിന്റെ ജീവിതം കൂടി കളയണോ? നീ വിചാരിക്കണ പോലെ അല്ലാടാ. അവൻ അത്രക്കും ദുഷ്ടനൊന്നുമല്ല. ഇനിയിപ്പോ അവന്റെ സ്വഭാവം മാറണമെങ്കിൽ അവന് പറ്റിയൊരു പെണ്ണിനെ തന്നെ കിട്ടണം. ഓ, എവിടെയാണോ എന്റെ ചേച്ചിയമ്മ? മോളെ അപ്പു, കിടന്നോടാ നീ? ഇല്ല അച്ഛാ, ഞാൻ കിടന്നിട്ടില്ല. അച്ഛാ അകത്തേക്ക് പോയോ? എന്റെ മോള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടോടാ? ഏയ് ഇല്ല അച്ഛാ, നിങ്ങളൊക്കെ വിട്ടു നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല അച്ഛാ. കോഫി ഷോപ്പൊക്കെ ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അച്ഛനത് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ അത് വിൽക്കുകയോ മറ്റും ചെയ്യാം. ഓ, എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? അച്ഛാ, ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. എന്ത് പറ്റി? അതച്ഛാ, 4-5 കൊല്ലമായിട്ട് ഉള്ളെങ്കിലും എനിക്ക് മടുത്തു. ഇനി കുറച്ചു കാലം ഞങ്ങളെയൊക്കെ കൂടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പോവാന്ന് ഞാൻ കരുതി. മോൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാ അതുപോലെ ചെയ്തോ. അങ്ങനെ പറയല അച്ഛാ. അച്ഛൻ പറ, ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോ നിന്നെ കൊണ്ട് പറ്റണതൊക്കെ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഇനി നിനക്ക് നിന്റെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോടാ. എനിക്ക് എന്റെ വാവയോട് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ. എന്തൊക്കെ വന്നാലും വാവയുടെയും അമ്മയുടെയും കാര്യമൊക്കെ നോക്കിക്കോണം. അച്ഛൻ ഒരുപാട് പ്രായമായി വരുമല്ലടാ. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാത്? ഒന്നുമില്ല, നീ കിടന്നോ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് മോർണിംഗ് ചെറിയച്ഛാ. മോർണിംഗ്. I'm ready for the marriage. എടാ മോനെ, നീ എന്താ പറഞ്ഞത്? സത്യമാണോടാ? നിനക്ക് മാരേജിന് സമ്മതമാണോ? മോനെ, are you okay with this? No, to be honest, എനിക്ക് കല്യാണം കഴിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ നീ എന്തിനാ ഓക്കെ പറഞ്ഞേ? ബിക്കോസ് എനിക്ക് നിങ്ങളുടെ സ്റ്റൂപ്പിഡ് ഡ്രാമ കാണാൻ വയ്യാത്തോണ്ട്. ഇനി ഞാൻ കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ ആരും പട്ടിണി കിടന്ന് ചാവേ വേണ്ട.
ദെൻ ഓക്കെ, നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും എനിക്ക് അങ്ങനെ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് ആരോടും അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന പെണ്ണിന് ഞാൻ കിട്ടും. That's it. ദേവ, ദേവ, നിനക്ക് എങ്ങനത്തെ വൈഫിനെയാണ് വേണ്ടത്? ദേവ, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? പെർഫെക്റ്റ്. മനു, എനിക്ക് തോന്നുന്നുള്ള ഇത് വർക്കൗട്ട് ആവുന്നു. അതെ അതെ, അതെനിക്കും ഏറെക്കുറെ തോന്നിയ പോലൊരു ഫീലിംഗ്. എന്തോ എങ്ങനെ മനുവേട്ടാ, നിങ്ങളല്ലേ ഇന്നലെ വീം വിളക്കിയത്? എന്തായിരുന്നു? അവന് അങ്ങനെയല്ല, അവൻ ഇങ്ങനെയല്ല, അവൻ എനിക്കറിയാം. ഇപ്പൊ എന്ത് പറ്റി? ശവത്തെ കുത്താതേടി. അത് പിന്നെ അപ്പൊ അങ്ങനെ തോന്നി, ഇപ്പൊ ഇങ്ങനെ തോന്നുന്നു. നമുക്ക് ഈ പ്ലാൻ ക്യാൻസൽ ചെയ്താലോ? എന്താ അഭിപ്രായം? എന്ത് പറയുന്നു? വേണ്ട, അവൻ എൻ്റെ മോൻ തന്നെ അല്ലേ. എനിക്കും ഉണ്ട് വാശി. ഞാൻ കണ്ടുപിടിക്കും അവന് പറ്റിയ പെണ്ണിനെ. എടോ അത് വേണോ? അത് വേണം ശ്രീയേട്ടാ, എനിക്കും ഉണ്ട് വാശി. പിള്ളേര്, അതിൽ പൊട്ടുന്ന സാധനമൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് കേട്ടോ. ചേച്ചി, ഞാൻ പറഞ്ഞ സ്റ്റെതസ്കോപ്പ് ഉണ്ടെന്നോ? അടങ്ങടി, എല്ലാം എടുത്തു തരാം. ഓ എൻ്റെ ഭാവി, നീ ആ ചോക്ലേറ്റ് മൊത്തം ഇപ്പം തന്നെ തിന്നു തീർക്കുമല്ലോ, അപ്പുറത്തുള്ളവർക്കൊക്കെ കൊടുക്കണ്ടേ? ഓ, ഇതെന്റെ ചേച്ചി കൊണ്ടുവന്നതാ മിഠായി. ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതി. ഭാവി, അങ്ങനെ പറയല്ലേ മോളെ. ഞാൻ നിനക്ക് കുറേ കൊണ്ടുവന്നിട്ടില്ലേ, എല്ലാവർക്കും ഷെയർ ചെയ്യണ്ടേ? ഓക്കെ, ഈ കൊച്ചിനെ കൊണ്ട്. ഓ, എല്ലാരും ഉണ്ടല്ലോ. രാവിലെ തന്നെ എത്തിയില്ല. ഓ, വീട്ടിൽ കുത്തിരുന്നിട്ട് എന്തെടുക്കാനാ വിളിച്ച? അല്ലടാ, അവരൊക്കെ എവിടെ പോയി? അവരെല്ലാം രാവിലെ തന്നെ ഇങ്ങോട്ടോ പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ടേക്ക് വരുന്നാ പറഞ്ഞത്. ഓക്കെ. ചേച്ചി, നമുക്കെന്നാ പുറത്തു പോയിട്ട് വന്നാലോ? എല്ലാരും ഒക്കെ ആണെങ്കിൽ പോയിട്ട് വരാം. നമ്മളെപ്പോഴേ റെഡി, ആ പോകാം. എന്നാ വാ. ജോണെ, എന്താ പറ്റിയടാ? ഒന്നും പറയണ്ട, ഇതൊന്നും പറയണ്ട. അങ്ങനെയല്ല, ഒരു ഫ്ലോയ്ക്ക് വന്നാ അത്. എന്നാ പറ, എന്താ? മാതാ സാറ് രാവിലെ തന്നെ വന്ന് കളിപ്പില്ല. ഇന്ന് കുറേ പേര് ജോലി പോകുന്നാണ് തോന്നുന്നത്. അയ്യോ, സമയം പോയി. ഞാൻ പോട്ടെ. ബൈ. ഇവനെന്താ പറ്റിയിട്ടുണ്ടാ? പോയി നോക്കിയാലോ? അല്ലേ വേണ്ട, ഞാനെന്തിനാ വെറുതെ എന്റെ കുഴി തന്നെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? തിരിച്ചു പോകും. മനുവിനെ വിളിച്ചു നോക്കാം. ഹലോ മനു, എന്താടാ? അവനെന്തോ പറ്റിയിട്ടുണ്ടാ? ആർക്ക്? ദേവനോ? അവനെന്ത് പറ്റി? എന്ത് പറ്റിയെന്നാ? ഇന്ന് ഭയങ്കര കലിപ്പിലാണ് കക്ഷി എന്ന് തോന്നുന്നു. ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ? അത്രക്കും സീനാണോടാ? ഞാൻ രാവിലെ അവന്റെ ക്യാബിലോട്ട് നടക്കുന്ന വഴിക്ക് നമ്മുടെ ജോണിനെ കണ്ടു. അവൻ പറഞ്ഞാണ് ഞാൻ അവന്റെ മൂഡ് അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി എന്റെ ഇരട്ടി സ്പീഡിലാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു. എന്താടാ? അത് കുറച്ച് ഡേയ്സ് മുന്നേ ചന്തുവിനെ ഞാൻ കണ്ടായിരുന്നു. എന്താടാ നീ പറയണേ? ദ ഗ്രേറ്റ് മാധവ് മാരീസിന് സമ്മതിച്ചെന്നോ? അൺബിലീവബിൾ. പിന്നല്ലാതെ രേണുമായി അപ്പൊ രണ്ടും കളിപ്പിച്ച് തന്നെയാണല്ലേ? അതെടാ, സുനാമിയും അഗ്നിപർവ്വതവും കൂട്ടിമുട്ടിയ അവസ്ഥയിലാണിപ്പോ. ഓ മൈ ഗാഡ്, എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത്? എന്നാ നീ ഇരുന്ന് അത് കണ്ടുപിടിക്ക്. എനിക്ക് കുറച്ചധികം പണിയുണ്ട്. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, ചന്തുനും കൂടി വിളിച്ചോ വൈകിട്ട്. ഓക്കെ. മാധവ് അവന്റെ കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. അവന്റെ കയ്യിൽ കുറച്ചധികം റോസാപ്പൂക്കൾ കൊണ്ട് നിർമ്മിച്ചൊരു നല്ല ഭംഗിയുള്ള പൊക്കിയുണ്ടായി. അതും പിടിച്ച് അവൻ പയ്യെ ഒരു ഗേറ്റിന്റെ മുമ്പിലെത്തി. ആ ഗേറ്റ് അവൻ പയ്യെ തുറന്നു. എന്നിട്ട് അതിന്റെ അകത്തേക്ക് കയറി. അവൻ ചുറ്റും നോക്കി. കുറെ മാർബിൾ കഷ്ണങ്ങൾ, അതിന്റെ അടിയിൽ
ജീവനില്ലാതെ കുറെ നാൾ പഴക്കമേറിയ ജീവനില്ലാത്ത കുറച്ചധികം ശരീരങ്ങൾ. അവൻ പയ്യെ ഒരു ശവകുടീരത്തിൻ്റെ അടുത്തെത്തി. അവൻ ആ കയ്യിലിരുന്ന റോസാപ്പൂക്കൾ അവിടെ വെച്ചു. അവന്റെ കണ്ണാൽ നിറഞ്ഞു. ഒരിക്കൽ എൻ്റെ അബദ്ധവശാൽ നിന്റെ ജീവിതം ഞാൻ കളഞ്ഞു. ഇനി ഞാൻ ഒരിക്കലും അറിഞ്ഞുണ്ട് ഒരാളുടെ ജീവനെ ഞാൻ കളയില്ല, ഒരാളുടെ ജീവിതവും ഞാൻ നശിപ്പിക്കില്ല. നീ എൻ്റെ ജീവനായിരുന്നു. എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. നീ പറ, ഞാൻ ഇനി എന്ത് ചെയ്യണം?